നമസ്കാരം. ബ്രെയിൻ ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള PSC HSC നാച്ചുറൽ സയൻസിന്റെ ഫൈലം ആർത്രോപോഡ എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അനിമൽ ഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്. ഇത് 2 പാർട്ടുകളായിട്ടാണ് വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ പാർട്ട് 1 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫൈലം ആർത്രോപോഡ എല്ലാവർക്കും അറിയാവുന്ന പോലെ ജീവിവർഗങ്ങളിലെ ഏറ്റവും വലിയ ഫൈലമാണ് ആർത്രോപോഡുകൾ. ഇവയ്ക്ക് ഏതൊരു ആവാസ വ്യവസ്ഥയിലും ജീവിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ജലത്തിലും കരയിലും വായുവിലും മറ്റു ജീവികൾക്കുള്ളിലും പരാതങ്ങളായിട്ടും ഒക്കെ നമുക്ക് ഇവയെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവയുടെ ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം 9 ലക്ഷത്തോളം സ്പീഷീസുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇവ ഏതൊരു ആവാസ വ്യവസ്ഥയിലും ജീവിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട എല്ലാ ആവാസ വ്യവസ്ഥയിലും ഇവയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് സന്ധികളുള്ള അനുബന്ധങ്ങളും കൈറ്റിനസ് എക്സോസ്കെലറ്റനുമാണ്. അതായത് ഇവരുടെ ശരീരത്തിന്റെ പുറംഭാഗം ഒരു പുറന്തോട് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. അതാണ് എക്സോസ്കെലറ്റൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ എക്സോസ്കെലറ്റൻ കൈറ്റിൻ എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചവയാണ്. അതാണ് കൈറ്റിനസ് എക്സോസ്കെലറ്റൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഓഫ് ഫൈലം ആർത്രോപോഡ, അവരുടെ പേര് തന്നെ വന്നേക്കുന്നത് എങ്ങനെയാണ്? ജോയിന്റഡ് ലെഗ്ഡ് ഓർഗാനിസം. ആർത്രോ മീൻസ് ജോയിന്റ്, ജോയിന്റഡ് എന്നുള്ള അർത്ഥമാണ്. പോഡ മീൻസ് ലെഗ് എന്നുള്ള അർത്ഥം. അപ്പോ ആർത്രോപോഡ മീൻസ് ജോയിന്റഡ് അപ്പൻഡേജസ് അല്ലെങ്കിൽ ജോയിന്റഡ് ലെഗ്സ് ഉള്ള ഓർഗാനിസംസ് ആണ് ഫൈലം ആർത്രോപോഡയിൽ വരുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് സന്ധികളുള്ള അനുബന്ധങ്ങളും കൈറ്റിനസ് എക്സോസ്കെലറ്റനും. ആർത്രോപോഡുകളുടെ പൊതുവായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ശരീരം ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ദ്വിമുഖ സമമിതിയാണ്. അവ അവയവ വ്യവസ്ഥാ തലത്തിലാണ് അവയുടെ ശരീരഘടന കാണപ്പെടുന്നത്. ശരീരത്തിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തല, നെഞ്ച്, ഉദരം, അതായത് ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ എന്നിങ്ങനെ 3 ആയിട്ട് വിഭജിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവയുടെ ചലനത്തിൽ സഹായിക്കുന്ന സന്ധികളുള്ള അനുബന്ധങ്ങൾ, അതായത് ജോയിന്റഡ് അപ്പൻഡേജസ് കാണപ്പെടുന്നു. ഇവയ്ക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റമാണ്, തുറന്ന രക്തചംക്രമണ വ്യവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവയുടെ സീലോമിക് അറയിൽ രക്തം നിറഞ്ഞിരിക്കുന്നു. തലയില് ഒരു ജോഡി കോമ്പൗണ്ട് ഐസ്, സങ്കീർണമായ കണ്ണുകൾ, അതായത് കോമ്പൗണ്ട് ഐസ്, ഒരുപാട് സിമ്പിൾ ഐസ് ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയി ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറമസ്തികൂടം, അതായത് എക്സോസ്കെലറ്റൻ കൈറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആർത്രോപോഡുകൾ വിസർജനം നടത്തുന്നത് മാൽപിജിയൻ ട്യൂബ്യൂളുകളിലൂടെയോ അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻസ് അല്ലെങ്കിൽ കോക്സഡ് ഗ്ലാൻഡുകൾ എന്നറിയപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ഗ്ലാൻസുകളിലൂടെയോ ആണ്. യൂഷ്വലി ടെറസ്ട്രിയൽ ഓർഗാനിസംസ്, അതായത് കരയിലെ ജീവികളാണ് മാൽപിജിയൻ ട്യൂബ്യൂൾസ് വഴി വിസർജനം നടത്തുക. ജലജീവികളിൽ സാധാരണയായി ഗ്രീൻ ഗ്ലാൻസോ കോക്സഡ് ഗ്ലാൻസോ ആണ് വിസർജനം, എക്സ്ക്രീഷൻ എന്ന ഫംഗ്ഷൻ നടത്തുന്നത്. ഇവയുടെ ദഹന വ്യവസ്ഥ നന്നായി വികസിച്ചതുമാണ്, അതുപോലെ തന്നെ കംപ്ലീറ്റുമാണ്. ശരീരത്തിന്റെ പൊതുവായ ഉപരിതലത്തിലൂടെയോ ശ്വസന നളികകളിലൂടെയോ ബുക്ക് എല്ലുകളിലൂടെയോ ബുക്ക് ലങ്സിലൂടെയോ ഒക്കെയാണ് ഇവ ശ്വസിക്കുക. അതായത് ഓരോ ജീവിവർഗങ്ങൾ, ഇവരിൽ തന്നെ സബ് ഡിവിഷൻസ് ഉണ്ടല്ലോ, ക്ലാസസ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് ഇവയുടെ ശ്വസന അവയവം വ്യത്യാസപ്പെട്ടിരിക്കും. ചിലത് ട്രക്കിയൽ സിസ്റ്റം വഴിയാണ്, ശ്വസന നളികകളിലൂടെയാണ് ശ്വസിക്കുന്നത്. ചിലത് ശരീരത്തിന്റെ പൊതുവായ ഉപരിതലത്തിലൂടെയാണ് ശ്വസിക്കുക. ചിലർക്ക് ബുക്ക് എല്ലുകളാണ് കാണപ്പെടുന്നതെങ്കിൽ ചിലർ ബുക്ക് ലങ്സിലൂടെയാണ് ശ്വസിക്കുക. അതുപോലെ തന്നെ ഇവയുടെ ശരീരത്തില് ആന്റിനകൾ, ലളിതവും സങ്കീർണവുമായ കണ്ണുകൾ, അതായത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഐസ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ശ്രവണ അവയവങ്ങളും സ്റ്റാറ്റോസിസ്റ്റുകൾ മുതലായ ഇന്ദ്രിയങ്ങളും കാണപ്പെടുന്നുണ്ട്. ഏകലിംഗ ജീവികളാണ്. ബീജസങ്കലനം ബാഹ്യമോ ആന്തരികമോ ആണ്. ഫൈലം ആർത്രോപോഡുകളുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ഒരുപാട് സങ്കീർണമായ ഒരു രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പണ്ടത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഉള്ള രീതിയിലല്ല ഇപ്പോഴത്തെ സിസ്റ്റം. അതായത് ക്ലാസിഫിക്കേഷൻ, ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് തന്നെ എപ്പോഴും മോഡിഫൈഡ് ആയിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആർത്രോപോഡുകൾ ഏറ്റവും ഡൈവേഴ്സ് ഫോംസ് ആയതുകൊണ്ട് തന്നെ അവയുടെ വർഗീകരണത്തിലും ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കുന്നു. നമ്മളിപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരമുള്ള ഒരു ക്ലാസ് മാത്രമാണ് എടുക്കുന്നത്. ഇപ്പൊ ക്ലാസിഫിക്കേഷനിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അരാക്നിഡെ ഒന്നും നമുക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നോക്കുക, നമുക്ക് വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതുപോലെ തന്നെ ഒനീക്കോഫോറനെ സെപ്പറേറ്റ് ഫൈലമായിട്ടാണ് നമ്മളുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. പണ്ട് അത് ആർത്രോപോഡയുടെ ഒരു സബ് ഫൈലമായിട്ടോ ക്ലാസ് ആയിട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ് ഒനീക്കോഫോറ എന്നുള്ളത്, പെരിപാറ്റസ് വരുന്നത്.
പിന്നീട് ഇപ്പൊ അത് ഒരു സെപ്പറേറ്റ് ഫൈലമായിട്ട് തന്നെ ചില സുവോളജിസ്റ്റുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലെ ടാക്സോണമിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മളിപ്പോ നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ട് മാത്രമാണ് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഇതിനകത്തല്ലേ ഉൾപ്പെടുന്നേ, അത് എന്തുകൊണ്ട് പെരിപാറ്റസ് സെപ്പറേറ്റ് ഫൈലമായി എന്നൊക്കെ ഡൗട്ട് വരാം. നമ്മളിപ്പോ സിലബസ് പറഞ്ഞേക്കുന്നതിനനുസരിച്ച് മാത്രമാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. HSCക്ക് വേണ്ടിയിട്ട് PSC കംപ്ലീറ്റ് ആയിട്ട് സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നേക്കുന്ന സിലബസ് അനുസരിച്ചിട്ട് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫൈല ആർത്രോപോഡയുടെ വർഗീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ ക്ലാസ് ആണ് ക്രസ്റ്റേഷ്യം. പ്രധാനമായും ജലജീവികളാണ്, അല്ലെങ്കിൽ ചിലത് പാരസൈറ്റുകളായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവയുടെ തലയും നെഞ്ചും തമ്മിൽ കുടിച്ചത്. നമ്മൾ പറഞ്ഞല്ലോ, ഈ ആർത്രോപോഡുകളെ എല്ലാം നമുക്ക് തല, നെഞ്ച്, അതുപോലെ തന്നെ ഉദരം എന്നിങ്ങനെ 3 ഭാഗമായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. ഇതിൽ തലയും നെഞ്ചും, ഹെഡും തൊറാക്സും കൂടി ചേർന്നിട്ട് സെഫലോതൊറാക്സ് ആയിട്ട് സംയോജിച്ച രീതിയിലാണ് കാണപ്പെടുക. ക്രസ്റ്റേഷ്യയുടെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സെഫലോതൊറാക്സിന്റെ പ്രസൻസ്. ശ്വസനം ബുക്കിലുകളിലൂടെയോ ശരീരത്തിന്റെ പൊതുവായ ഉപരിതലത്തിലൂടെയോ ആണ്. ശരീരം ഒരു വലിയ കാരപ്പേസ് കൊണ്ട് മൂടിയിരിക്കുന്നു. ഇവയ്ക്ക് 2 ജോഡി ആന്റിനകളും 5 ജോഡി അനുബന്ധങ്ങളും ഉണ്ട്. 2 ജോഡി ആന്റിനകളും ഉണ്ട്, അതുപോലെ തന്നെ 5 പെയർ ഓഫ് അപ്പൻഡേജസ് ഉണ്ട്. ഗ്രീൻ ഗ്ലാൻസ് അല്ലെങ്കിൽ ആന്റിനൽ ഗ്ലാൻസ് വഴിയാണ് ഇവ വിസർജനം നടത്തുന്നത്. ഒരു ജോഡി കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ണുകളും അതുപോലെ ഗോണോപോറുകളും ഇവയിൽ കാണാൻ സാധിക്കും. വികസനം പരോക്ഷമാണ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ലാർവൽ ഫോംസ് ധാരാളമായി കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ക്രസ്റ്റേഷ്യ. മെനി ലാർവൽ ഫോംസ് കാണപ്പെടും. ഒരു ജീവിയിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാർവൽ ഫോംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല ഘട്ടത്തിലൂടെയാണ് അത് കടന്നു പോകുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡാഫ്നിയ, പാലിമൺ, ഫിനിയസ് ആണ്. ഡാഫ്നിയ, ഫിനിയസ് എന്ന് പറഞ്ഞ ടൈഗർ പ്രോൺ എന്നറിയപ്പെടുന്ന ജീവിയാണ്. പാലിമോൺ നമ്മൾ സാധാരണ കാണുന്ന ചെമ്മീൻ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് പാലിമോൺ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് ആണ് ഇൻസെക്റ്റ. ഇൻസെക്റ്റ കൂടുതലായും കരയിൽ ജീവിക്കുന്നവയാണ്. ശരീരം, തല, നെഞ്ച്, ഉദരം എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്നിങ്ങനെയുള്ള വേർതിരിവ് കാണാനായിട്ട് സാധിക്കും. ഇവരുടെ ഹെഡില് ഒരു പ്രീ സെഗ്മെന്റൽ ക്രോൺ ഉണ്ട്. അതായത് തലയുടെ മുകളിലായിട്ട് അല്ലെങ്കിൽ തലയുടെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു അക്രോൺ എന്ന് പറയുന്ന ഒരു പോർഷനും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൊറാക്സ് 3 ഖണ്ഡങ്ങളായിട്ട് ആണ് തിരിച്ചിരിക്കുന്നത്. 3 സെഗ്മെന്റ്സ് ചേർന്നിട്ടാണ് തൊറാക്സ് വരിക. അബ്ഡോമനില് 7 to 11 സെഗ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. 7 തൊട്ട് 11 സെഗ്മെന്റുകൾ വയറിൽ നമുക്ക് കാണാൻ സാധിക്കും. 3 ജോഡി അനുബന്ധങ്ങൾ, അപ്പൻഡേജസ് ആണ് ഉള്ളത്. അതായത് 3 പെയേഴ്സ് എന്ന് പറയുമ്പോൾ 6. അതുകൊണ്ട് തന്നെയാണ് ഇവരെ നമ്മൾ മലയാളത്തിൽ ഷഡ്പദങ്ങൾ എന്ന് പറയുന്നത്. 6 കാലമുള്ള ജീവികളാണ് അല്ലെ, ഷഡ്പദങ്ങൾ എന്ന് പറയുന്നത്. ഇൻസെക്റ്റ, പ്രാണികൾ, ഷഡ്പദങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇവയ്ക്ക് ഒരു പെയർ കോമ്പൗണ്ട് ഐസ് ഉണ്ട്. ശ്വസന നാളികകളിലൂടെയാണ് ശ്വസിക്കുന്നത്. ട്രക്കിയൽ സിസ്റ്റമാണ് ഇവരുടെ ഒരു റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് വരുന്നത്. മൽപിജിയൻ ട്യൂബ്യൂൾസ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ. വികസനം പരോക്ഷമാണ്. ലാർവൽ ഘട്ടം നിലവിലുണ്ട്. നമുക്കറിയാം ഇൻസെക്റ്റയുടെ ഒരു കേസ് അറിയാം അല്ലെ. ആദ്യം ഈ പ്യൂപ്പ എന്നൊക്കെ പറയുന്ന ഘട്ടങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ലാർവ, പ്യൂപ്പ എന്ന് പറയുന്ന ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മെറ്റമോർഫോസിസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത് ഹണി ബീ, മൊസ്കിറ്റോസ് മുതലായവയാണ്. അടുത്ത ക്ലാസ് ആണ് മീറോസ്റ്റൊമേറ്റ എന്നുള്ളത്. ഇവ കൂടുതലും കരയിൽ കാണപ്പെടുന്നവയാണ്. ശരീരം സെഫലോതൊറാക്സ്, അബ്ഡോമൻ എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നു. ആന്റിനകളൊന്നും കാണുന്നില്ല. അബ്ഡോമൻ 13 സെഗ്മെന്റ്സ് ആയിട്ട് 13 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 4 ഇന്റേണൽ ആയിട്ടുള്ള അപ്പൻഡേജസ് ഉണ്ട്. ശ്വസന നളികകൾ വഴി തന്നെ, ട്രക്കിൽ സിസ്റ്റം വഴി തന്നെയാണ് അവർ ശ്വസിക്കുന്നത്. മൽപിജിയൻ ട്യൂബ്യൂൾസ് ആണ് എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് ലിമിലസ്. മിരിയപ്പോഡ എന്നുള്ള ക്ലാസ് ആണ് അടുത്തത്. ഇവ കൂടുതലായിട്ട് കരയിൽ ജീവിക്കുന്നവയാണ്. ശരീരം നീളമേറിയതും നിരവധി ഭാഗങ്ങളുള്ളതുമാണ്. അതായത് ശരീരത്തിന് ഒരുപാട് സെഗ്മെന്റ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തലയിൽ ആന്റിനകള്, 2 ജോഡി താടിയെല്ലുകള്, 1 ജോഡി ലളിതമായ കണ്ണുകൾ എന്നിവ കാണപ്പെടുന്നു. നിരവധി കാലുകൾ കാണപ്പെടുന്നു ഇവയ്ക്ക്. വായുടെ മുകൾ ഭാഗത്ത് എപ്പിസ്റ്റോമും ലാബ്രവും അടങ്ങിയിരിക്കുന്നു. താഴത്തെ ചുണ്ടിൽ 1 ജോഡി മാക്സിലകൾ അടങ്ങിയിരിക്കുന്നു. ഇവ ശ്വസനനാളം വഴി ശ്വസിക്കുകയും മാൽപിജിയൻ ട്യൂബ്യൂളുകൾ വഴി വിസർജനം നടത്തുകയും ചെയ്യുന്നു. എക്സാമ്പിൾ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. മില്ലിപ്പീഡും സെന്റിപ്പീഡും, ജൂലസും സ്കോളോപെൻഡ്രയും. എന്താണ് മില്ലിപ്പീഡ്?
തേരട്ട, അതുപോലെ സ്കോളോപെൻഡ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴുതാര. അതാ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രാണികളിൽ കാണപ്പെടുന്ന സാമൂഹികതയെ കുറിച്ചാണ്. അതായത് സോഷ്യൽ ഓർഗാനിസംസ് ആണ് ഇൻസെക്റ്റുകൾ എന്ന് നമുക്കറിയാം. എല്ലാ ഇൻസെക്റ്റുകളും ഇല്ല, ചില ഇൻസെക്റ്റുകൾ. ഇൻസെക്റ്റയിലാണ് ഏറ്റവും കൂടുതലായിട്ട് സോഷ്യൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം കാണപ്പെടുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഇത് നമ്മളുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗമാണ്. പ്രാണികളിൽ കാണപ്പെടുന്ന സാമൂഹികതയുടെ നിലവാരത്തെ 3 സ്വഭാവ സവിശേഷതകളാണ് നിർവചിക്കുന്നത്. അതായത് ഒരു ജീവിവർഗത്തിലെ സാമൂഹികത ഉണ്ട് എന്ന് കണക്കാക്കപ്പെടണമെങ്കിൽ അത് 3 തരത്തിലുള്ള സവിശേഷതകൾ കാണിക്കണം. ഈ സവിശേഷതകൾ ഏതൊക്കെയാണ്? 1. പ്രത്യുൽപാദനപരമായ തൊഴിൽ വിഭജനം. 2. സഹകരണപരമായ കുഞ്ഞുങ്ങളുടെ പരിപാലനം. 3. ഓവർലാപ്പിംഗ് തലമുറകൾ. മുകളിൽ പറഞ്ഞ ഈ 3 സ്വഭാവ സവിശേഷതകളും പ്രകടിപ്പിക്കുന്ന ജീവിവർഗങ്ങളെ വളരെ സാമൂഹികമായതെന്നോ അല്ലെങ്കിൽ സാമൂഹികമായതെന്നോ നമ്മൾ കണക്കാക്കുന്നത്. ഏറ്റവും സാധാരണമായി യു സോഷ്യൽ ഇൻസെക്ട്സ് എന്നാണ് നമ്മളതിനെ പറയുക, അല്ലെ? ട്രൂ സോഷ്യൽ ആയിട്ടുള്ള ഇൻസെക്ട്സ്. അതിന് ഈ 3 ക്യാരക്ടേഴ്സും വേണം. പ്രത്യുൽപാദനപരമായിട്ട് അവരുടെ തൊഴിൽ വിഭജനം നടന്നിട്ടുണ്ടാവണം. മെയിലിനും ഫീമെയിലിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റീപ്രൊഡക്ഷനിൽ അവർക്ക് ഡിഫറെന്റ് ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പരിപാലനം എല്ലാവരും കൂടിയാണ് നോക്കുന്നത്. അതായത് അവരുടെ ആ സൊസൈറ്റിയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും പരിപാലനം എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു രീതിയാണുള്ളത്. അല്ലാതെ എന്റെ കുഞ്ഞുങ്ങൾ എന്ന് മാത്രം നോക്കുകയല്ല, അവ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെയും പരിപാലിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ തന്റേതായുള്ള കുഞ്ഞുങ്ങളെ മാത്രമല്ല അവർ പരിപാലിക്കുക, മറ്റുള്ളവരുടെയും കുഞ്ഞുങ്ങളെയും പരിപാലിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉണ്ടാകുക. അല്ലാതെ എന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞ് അങ്ങനെ സെപ്പറേഷൻ ഒന്നുമില്ല, എല്ലാവരും കൂടി ഒന്നിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു സിസ്റ്റമാണ്. അതാണ് സഹകരണപരമായ കുഞ്ഞുങ്ങളുടെ പരിപാലനം. അടുത്തത് ഓവർലാപ്പിംഗ് തലമുറകൾ. അതായത് ഒരേ റാണിയിൽ നിന്ന് വരുന്ന ഡിഫറെന്റ് ജനറേഷൻ ഓഫ് ബീസ് നമുക്ക് ഒരു ഒറ്റ കോളനിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ചേരുവാണെങ്കിൽ മാത്രമാണ് അതൊരു യു സോഷ്യൽ ഓർഗാനിസം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഏറ്റവും കൂടുതൽ യു സോഷ്യൽ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ജീവിവർഗങ്ങളാണ് തേനീച്ചകളും കടന്നലുകളും ഉറുമ്പുകളും ചിതലുകളും. തേനീച്ചകൾ നമുക്കറിയാം ഹണി ബീസ്, പിന്നെ കടന്നലുകൾ വാസ്പകൾ, ഉറുമ്പുകൾ ആൻസ്, ചിതലുകൾ ടെർമൈറ്റുകൾ. തേനീച്ചകളുടെ സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ മുകളിൽ വിവരിച്ച 3 മാനദണ്ഡങ്ങളും പാലിക്കുന്നതിനാൽ ഇവ സാമൂഹിക സ്വഭാവം ഉള്ളവയാണ്. പ്രത്യുൽപാദനപരമായ തൊഴിൽ വിഭജനം നമുക്ക് നോക്കാം. ഓരോ തേനീച്ച കോളനിയിലും ഒരു റാണി ഉണ്ടാകും. ആ റാണിയാണ് പ്രത്യുൽപാദനപരമായ ഫീമെയിൽ, അല്ലെ? റീപ്രൊഡക്റ്റീവ് ഫീമെയിൽ ആയിട്ടുള്ളത് ക്വീൻ ആണ്. ക്വീൻ ആണ് റീപ്രൊഡക്റ്റീവ് ഫീമെയിൽ ആയിട്ട് ഓരോ കോളനിയിലും കാണുക. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ഫീമെയിൽസ് ആണ്. ഓക്കെ, അതുപോലെ ഡ്രോണുകൾ എന്ന് പറയുന്ന 3ാമത്തെ വിഭാഗം മെയിൽസ് ആണ്, ആൺവർഗങ്ങളാണ്. അപ്പൊ ഇങ്ങനെ 3 രീതിയിലുള്ള ജീവികളെ നമുക്ക് ഒരു കോളനിയിൽ കാണാൻ സാധിക്കും. അതിൽ റാണി എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫീമെയിൽ ആണ്. തൊഴിലാളികൾ നോൺ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫീമെയിൽസ് ആണ്. ഡ്രോണുകൾ റീപ്രൊഡക്റ്റീവ് മെയിൽസ് ആണ്. സഹകരണ കുഞ്ഞു സംരക്ഷണം, അതായത് കുഞ്ഞുങ്ങളെ സഹകരണത്തിലൂടെ അവർ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ തൊഴിലാളികളാണ് രാജ്ഞിയുടെ എല്ലാ കുഞ്ഞുങ്ങളെയും പരിപാലിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കടമ രാജ്ഞിക്കാണുള്ളത്. തലമുറകൾ ഒന്നിനു പുറകെ ഒന്നായി വസിക്കുന്നു എന്നുള്ളത് സാമൂഹികമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു കോളനി ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ ക്യാരക്ടറാണ്. തേനീച്ച റാണികൾ വർഷങ്ങളോളം ജീവിക്കുകയും കുഞ്ഞുങ്ങളോടൊപ്പം, അതായത് ജോലിക്കാരും ഡ്രോണുകളും എല്ലാം ഈ റാണിയുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അവരെല്ലാവരും ഒരുമിച്ച് ഒരു കോളനിയിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഇവയുടെ സാമൂഹിക ഘടന ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തേനീച്ച ജാതികൾ ഓരോന്നിന്റെയും സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തേനീച്ചകളിലെ 3 ജാതികളുണ്ട്. ഡ്രോണുകൾ, ക്വീൻ, അതുപോലെ തന്നെ വർക്കേഴ്സ്. ഡ്രോണുകൾ, രാജ്ഞി, തൊഴിലാളികൾ. ഡ്രോണുകൾ ആൺ തേനീച്ചകളാണ്. ഡ്രോണുകളുടെ തലയും നെഞ്ചുമെല്ലാം പെൺ തേനീച്ചകളെക്കാൾ വലുതാണ്. അതുപോലെ തന്നെ അവയുടെ വലിയ കണ്ണുകൾ അവയുടെ തലയുടെ മുകൾ ഭാഗത്ത് ചേർന്നാണ് കാണപ്പെടുക, സ്പർശിച്ച രീതിയിലാണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ ഏകദേശം ഈച്ചയുടെ ഒക്കെ ഒരു രൂപത്തിലായിരിക്കും കാണുക. പെൺ തേനീച്ചയുടെ വയറ് പോലെ കൂർത്ത് നീണ്ടിരിക്കുന്നതിന് പകരം ഇവയുടെ വയറ് കട്ടിയുള്ളതും അറ്റം ഇങ്ങനെ കുറച്ച് റൗണ്ട് ആയിട്ടുള്ളതുമാണ്. മറ്റു കോളനികളിൽ നിന്നുള്ള രാജ്ഞികളുമായി ഇണചേരുന്നതിലൂടെ കോളനിയുടെ ജീനുകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിനും ഡ്രോണുകൾ ഉത്തരവാദികളാണ്. അപ്പൊ ഡ്രോണുകൾ മെയിൻ ബീസ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ക്വീൻ എന്ന് പറയുന്നത് റാണി. റാണി തേനീച്ചകള്
ഈ വർഗത്തിന്റെ പ്രത്യുൽപാദന പെൺതേനീച്ചകളാണ്. അതായത് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു ഫീമെയില് ക്വീനാണ്. റാണിയുടെ തലയും നെഞ്ചും ഏകദേശം വർക്കർ ബീയുടെ സിമിലർ ആണ്. പക്ഷേ എന്ത് സംഭവിച്ചു, അവരുടെ അബ്ഡമൻ ഈ വർക്കർ ബീയെക്കാട്ടി കുറച്ചുകൂടി നീളമുള്ളതും തടിച്ചതുമാണ്, കൂർത്തിരിക്കുന്നതുമാണ്. റാണിയാണ് കോളനിയിലെ ഏക പ്രത്യുൽപാദന പെൺവർഗം. കൂടാതെ കോളനിയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വവും റാണി തേനീച്ചയ്ക്കാണ് ഉള്ളത്. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വർക്കർ ബീസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. തൊഴിലാളി തേനീച്ചകൾ സാധാരണയായി പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത പെൺതേനീച്ചകളാണ്. 3 ജാതികളിലും വെച്ച് ഏറ്റവും ചെറിയ ശരീരഘടനയുള്ള ഇവയുടെ ശരീരം, ഇവരാണ് വർക്ക് ചെയ്യുന്നത്. കോളനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എല്ലാ വർക്കുകളും ചെയ്യുന്നത് ഇവരാണ്. അപ്പൊ ഇവരുടെ ശരീരം, ഇവരുടെ പ്രധാനമായിട്ടുള്ള തേൻ ശേഖരിക്കല്, പൂമ്പൊടി ശേഖരിക്കല് മുതലായവയ്ക്ക് അനുസൃതമായിട്ടാണ് അവയുടെ ശരീരഘടന കാണപ്പെടുക. തൊഴിലാളികൾ അവരുടെ കോളനിയിലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും പരിപാലനം, കൂട് പ്രതിരോധം എന്നീ ജോലികൾ ചെയ്യുന്നു. ഒരു ജോലിയിൽ മാത്രം വൈദഗ്ധ്യം നേടുന്നതിന് പകരം ഓരോ തൊഴിലാളിയും പ്രായത്തിനനുസരിച്ച് ക്രമത്തിൽ ജോലികളിലൂടെ പുരോഗമിക്കുന്നു. അതായത് ഈ വർക്കർ ബീസിന് ഒരു പ്രത്യേകതയുണ്ട്. വർക്കർ ബീസിന്റെ ഏജിനനുസരിച്ച് ഇവര് ഡിഫറെന്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്യും. അപ്പൊ ഒരു ജോലി മാത്രമല്ല ഇവർ ചെയ്യുക, എല്ലാ ജോലിയും ചെയ്യും. ഇപ്പൊ നോക്കിക്കേ, ഇങ്ങനെയുള്ള ഈ സിസ്റ്റത്തിനെ നമ്മൾ താൽക്കാലിക പോളിറ്റിസം അല്ലെങ്കിൽ പ്രായ പോളിറ്റിസം എന്ന് പറയും. ടെമ്പറൽ പോളിറ്റിസം എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അതായത് ഓരോ വർക്കർ ബീസും അതിന്റെ തൊഴില് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവരുടെ പ്രായത്തിനനുസരിച്ച്. അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇതാ ഇവിടെ നമ്മളുടെ തേനീച്ചകളുടെ ഡിഫറെന്റ് കാസ്റ്റുകളെ കൊടുത്തിട്ടുണ്ട്. ഡ്രോൺ നോക്കിക്കേ, ഡ്രോണിന്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് നോക്കിക്കേ. കണ്ടോ, ഡ്രോണിന്റെ കണ്ണിന്റെ പ്രത്യേകത കണ്ടോ? തലയിലേക്ക് ഇങ്ങനെ ഫ്യൂസ് ചെയ്ത രീതിയിലാണ് കാണുക. അപ്പൊ ഒരു ഈച്ചയുടെ ലുക്ക്, ബാക്കിയുള്ളതിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് സ്റ്റോക്ഡ് ആയിട്ടാണ് കാണുക. ഇതിന്റെ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കാണുക. അതുപോലെ തലയും തൊറാക്സും വലുതാണ്. ഇതിന്റെ തൊറാക്സും ഏകദേശം, അതായത് ക്വീനിന്റെ തൊറാക്സും വർക്കറിന്റെ തൊറാക്സും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷെ മെയിൽ ആയിട്ടുള്ള ഡ്രോണിന്റെ തൊറാക്സ് കുറച്ച് ലാർജർ ആണ്. അതുപോലെ അബ്ഡോമൻ തിക്കാണ്, അതുപോലെ തന്നെ റൗണ്ട് ആണ്. അതേസമയം വർക്കറിന്റെയും ക്വീന്റെയും അബ്ഡോമൻ കുറച്ചുകൂടി ഇലോങ്ങേറ്റഡ് ആണ്, ഇത്തിരി കൂർത്തിരിക്കുന്നതാണ്. പക്ഷെ വർക്കറിന്റെ അബ്ഡോമൻ ചെറുതാണ് വെൻ കമ്പയർഡ് ടു ക്വീൻ. ക്വീന്റെ നോക്കിയ ഏറ്റവും വലിയ അബ്ഡോമൻ ആണ് ക്വീനിന് കാണപ്പെടുന്നത്. ഇനി നമുക്ക് ടെമ്പറൽ പോളിറ്റിസം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. തേനീച്ച കോളനികളിൽ സംഭവിക്കുന്ന പ്രായവുമായി ബന്ധപ്പെട്ട തൊഴിൽ വിഭജനത്തിനെയാണ് ടെമ്പറൽ പോളിറ്റിസം എന്ന് പറയുന്നത്. അതായത് ഈ വർക്കേഴ്സിന് അവരുടെ പ്രായം അനുസരിച്ച് തൊഴിൽ വിഭജനം വ്യത്യാസപ്പെട്ടിരിക്കും, അവർ ചെയ്യുന്ന തൊഴിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ ടെമ്പറൽ പോളിറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, വ്യത്യസ്ത പ്രായങ്ങളിൽ തൊഴിലാളി തേനീച്ചകൾ വ്യത്യസ്ത ജോലി ചെയ്യാൻ കൂടുതൽ അനുയോജ്യരാണ്. ഓരോ തൊഴിലാളിയും ഒരു ജോലിയിൽ മാത്രം വൈദഗ്ധ്യം നേടുന്നതിന് പകരം അവരുടെ ജീവിതകാലം മുഴുവൻ അവർ കോളനി ജോലികൾ ഒരു നിശ്ചിത ക്രമത്തിൽ അവര് നിർവഹിക്കും. ഇപ്പോൾ സാധാരണയായി കുഞ്ഞുങ്ങള് കൂടിന്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ യുവ തൊഴിലാളികൾ മധ്യഭാഗത്തായിട്ടാണ് ജോലി ചെയ്യുക. കുഞ്ഞുങ്ങളുടെ അറകൾ വൃത്തിയാക്കല്, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകല്, റാണിയെ പരിപാലിക്കൽ എന്നിവയാണ് യുവ തൊഴിലാളികളുടെ ജോലികൾ. പ്രായമാകുമ്പോൾ തൊഴിലാളികൾ കൂടിന്റെ പുറം ഭാഗങ്ങളിൽ ചുമതലകൾ ഏറ്റെടുക്കുന്നു. അതായത് കൂട് നിർമ്മിക്കൽ, തേനും പൂമ്പൊടിയും സംഭരിക്കൽ, തേൻ സംസ്കരണം, കൂട്ടില് വായു സഞ്ചാരം ഉണ്ടാക്കൽ, ഇവയൊക്കെയാണ് പ്രായമാകുമ്പോഴുള്ള വർക്കേഴ്സിന്റെ ജോലികൾ. ഏറ്റവും പ്രായം കൂടിയ തേനീച്ചകൾ എന്താ ചെയ്യുക? കൂട്ടിന് പുറത്തുള്ള ജോലികളാണ് ചെയ്യുക. അതായത് കൂട്ടിന് കാവല് നിൽക്കുക, കൂട്ടിൽ നിന്നും ചത്ത തേനീച്ചകളെ നീക്കം ചെയ്യുക, ഭക്ഷണം കണ്ടെത്തുക മുതലായവയാണ് അവയുടെ ജോലി. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും അല്ല, ഇതിന് കൂടുതലുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. അടുത്ത വീഡിയോയിൽ ബാക്കി വരുന്ന ഭാഗം, അതായത് ഓനേക്കോഫോറയും അതുപോലെ തന്നെ സെറികൾച്ചർ മുതലായ ഭാഗങ്ങളെല്ലാം വരുന്ന വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. See you in my next video.